ഒരു ബെയിൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഫയൽ ചെയ്യുമെന്നുള്ള വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അതിനാദ്യമായി തന്നെ നമ്മൾ ഇതേപോലെ ഡാഷ്ബോർഡിൽ കയറുക. നമ്മുടെ ഈ ഫയലിംഗ് സൈറ്റിൽ കയറിയിട്ട് DCMSൽ ഫയലിംഗ് എന്നുള്ള ഓപ്ഷനിൽ കയറുക. അതിൻ്റെ ന്യൂ കേസ് ഫയലിംഗ് ആണ് എടുക്കേണ്ടത്. ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ന്യൂ ഈ ഫയലിംഗ് എന്നുള്ള ആ ബ്ലൂ ബട്ടണിൽ അമർത്തുക നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ട്രിക്റ്റ് വരും. അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോടതി സെലക്ട് ചെയ്യുക. ഞാനിതിപ്പോൾ ജില്ലാ കോടതിയിലാണ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രിമിനൽ MC കേസ് ടൈപ്പ് ചെയ്യുമ്പോൾ ക്രിമിനൽ MC എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റ് ബെയിൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് അത് അഡ്വക്കേറ്റ് ത്രൂ ആണോ, മെമ്മോ ഓഫ് അപ്പിയറൻസ് ആണോ, വക്കാലത്താണോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മെമ്മോ ഓഫ് അപ്പിയറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മെമ്മോ കൊടുത്തു. അതിനുശേഷം ക്രൈം ഉള്ളതാണോ അൺനോൺ ക്രൈം ആണോ എന്നുള്ളതാണ്. ക്രൈം രജിസ്റ്റേർഡ് ആ കാര്യങ്ങൾ വന്നു. അടുത്ത ഇതെന്ന് പറയുന്നത് പാർട്ടി ഡീറ്റെയിൽഡ് കൊടുക്കാനാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ അക്യൂസ്ഡിൻ്റെ ആണ്. അപ്പോൾ അക്യൂസ്ഡിൻ്റെ പേര്, വയസ്സ്, അതുപോലെ അഡ്രസ്സ് എന്നിവ നമ്മൾ കൊടുത്ത ശേഷം സേവ് അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ പിൻകോഡൊക്കെ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ റെഡിൽ കാണിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പിൻകോഡ് കൊടുക്കുക. പേരെല്ലാം കൊടുത്ത ശേഷം സേവ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ്, അഡീഷണൽ അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തതിനും സേവ് അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ആഡ് പാർട്ടി, റെസ്പോണ്ടൻസിനാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് 2 റെസ്പോണ്ടൻസ് ആണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് കേരള, പിന്നെ അത് അപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള പോലീസ് എന്നുള്ളൊരു ഓപ്ഷനാണ് അതിനകത്തുള്ളത്. അതിനുശേഷം സേവ് പാർട്ടി ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള റെപ്രസെൻറ്റഡ് ബൈ എന്നുള്ള ഡീറ്റെയിൽഡാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഒരു പാർട്ടി ആഡായി. രണ്ടാമത് നമ്മളടുത്ത് വീണ്ടും സ്റ്റേറ്റ് ഓഫ് കേരള പോലീസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത ശേഷം ഏത് പോലീസ് സ്റ്റേഷനാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത റെസ്പോണ്ടൻറ്റ്. പക്ഷേ ചില ജില്ലാ കോടതികളിൽ ഒറ്റ ഇത് മതി. സ്റ്റേറ്റ് ഓഫ് കേരള റെപ്രസെൻറ്റഡ് ബൈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് ദ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നുള്ള പറഞ്ഞ ഒരൊറ്റ റെസ്പോണ്ടൻറ്റ് മതി ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഇവിടെ 2 എണ്ണമായിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ അടുത്തത് ആഡ് ആക്റ്റാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. അതിൽ 483 പ്രകാരം റെഗുലർ ബെയിൽ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഫയൽ ചെയ്യുന്നത്. 483 അപ്പോൾ സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സേവ് കൊടുക്കുമ്പോഴേക്കും സെക്ഷൻ അപ്പുറത്ത് വന്നു. അതിനുശേഷം നമുക്ക് പെറ്റീഷണർ IA ഫയലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനകത്ത് IA ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പ്രയറിലേക്ക് കിടക്കണം. ബെയിലിൻ്റെ പ്രയർ എന്താണെന്ന് വെച്ചാൽ നമ്മളതവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. അടുത്തത് അപ്ലോഡ് ഫയൽസ് എന്നുള്ളതിലേക്ക് വന്ന ശേഷം നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പെറ്റീഷൻ എന്നുണ്ടെങ്കിൽ പെറ്റീഷനുള്ള ബെയിൽ പെറ്റീഷൻ എന്നും പറഞ്ഞാൽ നമുക്ക് കൊടുത്താലും മതി. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ നമ്മുടെ ബെയിൽ ആപ്ലിക്കേഷൻ അപ്പിയർ ചെയ്യും. അപ്ലോഡ് ആയത് അപ്പുറത്ത് വരും. ഉണ്ട് സേവ് ഡോക്യുമെൻ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് വന്നു. ഇനി അടുത്തത് മെമ്മോ ഓഫ് അപ്പിയറൻസ് ആണ് നമുക്ക് കയറ്റി വിടാനുള്ളത്. അപ്പോൾ മെമ്മോ ഓഫ് അപ്പിയറൻസ് ഞാൻ അവിടെ തന്നെ അപ്ലോഡ് ചെയ്ത് വിട്ടു. അതും PDF. അടുത്തത് നമ്മളൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, അനക്ഷർ. താഴത്തെ കോടതിയിൽ ബെയിൽ തള്ളിയതാണ്. അപ്പോൾ ബെയിൽ ഓർഡർ ആകുമ്പോൾ ബെയിൽ ഓർഡർ നമ്മൾ അപ്ലോഡ് ചെയ്ത് വിടും. അനക്ഷർ A1 ആയിട്ട് അത് വെച്ചിട്ട് സേവ് ഡോക്യുമെൻ്റ് കൊടുത്തപ്പോൾ അതും അപ്പുറത്തെ സൈഡിൽ വന്നു. അങ്ങനെ 3 ഡോക്യുമെൻറ്റ്സ് അവിടെ വന്നു. അതിനുശേഷം പേയ്മെൻറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമ്മൾ ബെയിൽ ഒരു പ്രതിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിയുടെ എമൗണ്ട് എത്രയാണ്, ബെയിൽ എമൗണ്ട് പ്ലസ് ലീഗൽ ബെനിഫിറ്റ്, വക്കാലത്തോ മെമ്മോയൊക്കെ ഇടുന്നതിൻ്റെ നോക്കണം. എല്ലാം കൂടെ കറക്റ്റായിട്ട് കൂട്ടണം. അനക്ഷേഴ്സ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്യുമെൻറ്റ്സിന് 10 രൂപയും ഓർഡറിൻ്റെ കോപ്പിക്ക്, ഓർഡർ ജഡ്ജ്മെൻറ്റ് കോപ്പിക്കൊക്കെ 25 രൂപയ്ക്കാണ്. അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുക. പേ വൈ ട്രഷറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ട്രഷറി പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാവുന്നതാണ്.
ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്, പക്ഷേ പല കോടതികളും സ്വീകരിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഓഫ്ലൈൻ പല കോടതികളും സ്വീകാര്യത അത്ര പോരാ. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഞാനിപ്പോൾ ഓൺലൈനിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് അടച്ചത്. അടച്ച് കഴിയുമ്പോഴേക്കും റെസിപ്റ്റ് വരും. ക്ലോസ് കൊടുക്കുക. അതിനുശേഷം ഇൻഡെക്സ് വന്നിട്ടുണ്ടാവും. ഇൻഡെക്സ് ജനറേറ്റ് സക്സസ്ഫുള്ളി കൊടുക്കുക. ഇൻഡെക്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. അതിനുശേഷം സബ്മിറ്റ്. അടുത്ത ഡോക്കറ്റ് വന്ന് അവിടെ നമ്മൾ സബ്മിറ്റ് കൊടുത്ത് പോവുക. ഫൈനലി നമുക്ക് വ്യൂ ഇ ഫയൽ കിടപ്പുണ്ട് ഓപ്ഷൻ. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇ ഫയൽ ചെയ്യാം, അല്ല വ്യൂ ചെയ്യാം. അതിനുശേഷം വ്യൂ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ OTP കിട്ടിക്കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ മെയിൽ ആപ്ലിക്കേഷൻ്റെ പുറത്ത് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫിസിക്കൽ ഫയൽ കോർട്ടിലിടുക. പെൻഡിങ് സ്ക്രൂട്ടണിയിൽ നോക്കിയാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. സ്ക്രൂട്ടണി പെൻഡിങ് ഉള്ളതിൻ്റെ ടൈം ലൈനൊക്കെ നമുക്ക് അതിലൂടെ നോക്കിയാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഫയൽ നമുക്കവിടെ നോക്കാം. ഈ ഫയൽ സബ്മിറ്റഡ് ഫോർ സ്ക്രൂട്ടണി എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണും. ആ നമ്പർ എഴുതി നമ്മളത് ഫിസിക്കലി ഫയൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യും. ഡിഫക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നമ്പർ പിടിച്ച് അത് രജിസ്റ്റേർഡ് എന്നുള്ള ഓപ്ഷനിൽ കാണിക്കും. ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഡിഫക്റ്റ് മാർക്കഡിൽ വരും. രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റർ ആയി എന്നുള്ളത് അതിനകത്ത് കാണിക്കും. നെക്സ്റ്റ് ഡേറ്റ് ഒക്കെ അതിനകത്ത് അപ്ഡേറ്റ് ആവുന്നതാണ്.